ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ചുമ്മാ ഇൻസ്റ്റയിൽ റീലിടാൻ വേണ്ടി കയറിയതാണ്. ഞാനും ഈ ഇവിടെ സൈഡിൽ കിടക്കുന്ന ഈ ബ്ലാക്ക് M5 കണ്ടു ഗൈസ്. അപ്പോൾ ഞാനും ആ മച്ചാനും കൂടെ കയറിയ ടൈമിൽ കുറേ പേര് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് ഗൈസ്. അന്നേരം ഇപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് കഴിഞ്ഞ കൂടി ഓരോ ഡ്രൈവ് ആക്കാണ്. ഇനിയിപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ഇനി നമ്മുടെ കൂടെ വരുന്നവരെല്ലാം കൂട്ടി നമ്മുടെ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന് എങ്ങോട്ടേലൊക്കെ പോകണം ഗൈസ്. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ നേരെ പോവുകയാണ്. നമ്മുടെ കൂടെ ആരൊക്കെ വരുമോയെന്നൊന്നും അറിയത്തില്ല. ആ റീലെടുക്കാൻ വേണ്ടി കയറിയത് ഗൈസ്. അപ്പോൾ കുറേ പേര് അവിടെ റീലെടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. ഞാനും കുറേ റീലെടുത്ത് എന്നിട്ടിപ്പോൾ നേരെ വരുന്നവരെ വിളിച്ചിട്ട് ഞാൻ പോവുക ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിർത്തിയിട്ട് ഗൈസ് നമ്മളോട് എത്ര പേരുണ്ടെന്ന് നോക്കണം. എന്തായാലും ഗൈസ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. നമ്മളിവിടെ നേരെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ബുഗാട്ടിയാണ് ഗൈസ്. പിന്നെ അതിൻ്റെ ബേക്കിൽ നമ്മുടെ സിവിക്കുണ്ട്. അതിൻ്റെ ബേക്കിൽ നമ്മുടെ ജീവാഗണുണ്ട് ഗൈസ്. ജീവാഗണിൻ്റെ ബേക്കിൽ ആരാന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് മെല്ലെ നടന്ന് അവിടെ പോയി നോക്കാം. ഇത് ഞാനിപ്പം മെല്ലെ ഓരോ വണ്ടി ഇങ്ങനെ നോക്കി പോകുന്ന ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ലൂഫിന്ന് പേരുള്ള മച്ചാൻ നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നത് ഗൈസ്. ആ മച്ചാനെയാണ് ഈ കാണുന്ന വൈറ്റ് പോളോ. നൈസ് വണ്ടിയാണ് ഗൈസ്. നമ്മളപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോകും ഗൈസ്. കാരണം നമ്മളെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടേലൊക്കെ പോകണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് ഗൈസ്. ഈ ഡ്രൈവെങ്കിലും മര്യാദയ്ക്കൊന്നും ആവണം എന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. കഴിഞ്ഞ ഡ്രൈവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ച് എടുത്തൊരു ഡ്രൈവാണെങ്കിലും അത്യാവശ്യം അടിപൊളിയായിരുന്നു ഗൈസ്. അതിനകത്ത് ആ പജാറോ കടന്ന് മെയിനാവുന്നുണ്ട് അടിപൊളിയായിരുന്നത്. ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാം ബേക്കി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അങ്ങോട്ട് കയറുന്ന സ്ഥലമാണിത്. എന്തായാലും നമുക്ക് ബേക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ ജീവാഗണുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ അടുത്ത മാസം കാണിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം നമ്മുടെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് പോകണ്ടേ എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും അവിടെ പോയിട്ട് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോകാം. നമ്മുടെ വീടിൻ്റെ ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കിൽ എല്ലാവരും ഉണ്ടോ എന്നറിയില്ല. ബുഗാട്ടീനൊന്നും കണ്ടില്ലല്ലോ. ജീവാഗം വരുന്നുണ്ട്. ഇപ്പോൾ ആ പോളോയും പോയോ ഗൈസ്? മൂഞ്ചലായോ എന്നൊന്നും അറിയത്തില്ല. അതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിടാം ഗൈസ്. അപ്പം നമ്മളിവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പാർക്ക് ചെയ്തിട്ടപ്പോൾ തന്നെ ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്നാണ് ഗൈസ് നമ്മുടെ ശരിക്കും നമ്മുടെ ഡ്രൈവ് തുടങ്ങുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എല്ലാവരും കൂടെ. ഈ സുവിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോറൊക്കെ തുറക്കുന്നത്, ആനിമേഷൻ വരുന്നത്. ഇത് ഗൈസ് പുതിയ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, മാതറ ഗൈസ്. വെറുതെ പോകുന്ന വഴി ഇങ്ങോട്ട് വന്നതാന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും ബേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ സ്ഥലത്തെങ്ങാനും എത്തിയിട്ട് ബാക്കി വീഡിയോ എങ്ങനെ കാണിച്ചു തരാം. കാരണം വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത് ആയോ എന്നൊരു സംശയം. നമ്മളപ്പോൾ വീഡിയോ തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ എടുക്കത്തെ ലെങ്ത് ആയിപ്പോയി കഴിഞ്ഞാൽ വലിയ മൂഞ്ചലായി പോകും. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതെ ഗൈസ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അണ്ണൻ പറയുന്ന പോലെ തന്നെ അല്ല, അണ്ണൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബേക്കി കണ്ട ഗായ്സ്. അതെന്താണ് കണ്ടത്? ഞാനത് ചിമിട്ടുകളെല്ലാം കൂടെ ഓടി വരുന്നു. ഇത്ര നേരം നീ മിണ്ടായിരിക്കായിരുന്നില്ലേ, പിന്നെ തുടങ്ങിയാ ഗൈസ്. ഇത് 360 ക്യാമറ പോലെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ നൈസായിരുന്നു. അതിപ്പം വണ്ടി ഓടിക്കാൻ ആരെല്ലാം ഉണ്ടെങ്കിൽ എടുക്കായിരുന്നു ഗൈസ്. ഇപ്പോൾ കൂടെ ഉള്ളവനാണെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പോലും അറിയാത്തവൻ ഇവനൊന്നും വണ്ടി കൊടുക്കാനും പറ്റൂല. എന്നാൽ എനിക്ക് ആകപ്പാട് കോലി വണ്ടി കൂട്ടി കിടക്കാനാണ് അറിയത്തുള്ളൂ ഗൈസ്. അതിപ്പോൾ എൻ്റെ കുഴപ്പമാണ് ഗൈസ്. എനിക്കിതൊക്കെ ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. എന്നൊക്കെ ഭയങ്കര സ്പീഡാണ് ഗൈസ്. അതുകൊണ്ടാണ് ഒരു കണക്കിന് നീ വണ്ടി ഓടിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. എന്നാൽ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞ് എന്നെ ഒരു കളിയാക്കില്ല കേട്ടോ അണ്ണ. പക്ഷെ ഞാൻ സീനാണ് അണ്ണൻ, അറിയാം. നീ എന്തിനാടാ ഇത് കരയുന്നത് ഗൈസ്? ഇവനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കരഞ്ഞു പോകും കൊച്ചു കിറക്കൻ ഗൈസ്. ഏതായാലും നമ്മൾ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഫ്രണ്ടിൽ കാണുന്ന വണ്ടിയുടെ വെഹിക്കിലാണ് പോകുന്നത്. നമുക്ക് വരി അറിയാം, പക്ഷേ വരി തെറ്റിയോ? ഏതാ അവിടെ ഉള്ളവൻ പറഞ്ഞു ഗൈസ് തിരിക്കണം. തിരിക്കാം, സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ഗൈസ്, തിരിക്കാം. അതെ അണ്ണ, സ്റ്റിയറിംഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വണ്ടി ഞാൻ കോലി വണ്ടി ഉരുട്ടി പോയപ്പോൾ ഞാൻ അതുകൊണ്ട് കമ്പ് കൊണ്ട് അതിനകത്ത് ഹാൻഡിൽ ഉണ്ടാക്കിയായിരുന്നു അണ്ണ. ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിക്കും ഇത്രയും കഴിവൊക്കെ ഉണ്ടോ നിനക്ക്? അണ്ണൻ ഇതൊക്കെ പറയാൻ പുച്ഛം. അണ്ണൻ എന്നെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ ഞാനൊന്ന് പിള്ളേർക്കൊക്കെ കോലി വണ്ടി ഉണ്ടാക്കി കൊടുത്തു. കോലി വണ്ടി കഥ എന്തായാലും ഇത്ര മതി ഗൈസ്. എന്തായാലും നമുക്ക് ഇതിന് മേളിൽ കയറിയിട്ട് അവിടെ കൊണ്ട് അങ്ങനെ നിർത്തിയിടാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ 4 വണ്ടി നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ സൈഡിൽ നോക്കുവാണെങ്കിൽ എല്ലാവരും ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽപ്പുണ്ട് ഗൈസ്. പയ്യന്മാരൊക്കെ ഇവിടെ ഒടുക്കത്തെ ഡാൻസാന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിള്ളേരൊക്കെ ഒരേ വൈബ് തന്നെ. ഇതൊരു വണ്ടി ഗൈസ്. ഇനി അവനെ താഴെ പെട്ടിന്ന് പറക്കിയെടുക്കാം. അല്ലാതെ എന്നെ പറയാനാ ഗൈസ്. കിഴപ്പെന്നൊക്കെ പറഞ്ഞ് എന്നെ കിഴപ്പാണോ ഗൈസ്. ഇവിടെ ബാക്കിയുള്ളവരാണെങ്കിൽ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ സിവിക്ക് അങ്ങോട്ട് എടാ അതും എടുത്ത് താഴെട്ടിട്ടാ. ഉമ്മാരെ കൊണ്ട് എന്നെ ചെയ്യാനാന്ന് നോക്കി ഗൈസ്. ഇപ്പോൾ ഒരു ജീവാകം താഴോട്ട് പോയേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നമ്മളെ സിവിക്കും കൂടെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് അതാ പറഞ്ഞില്ല ജീവാകം അതാ പിന്നെ പോകാം. ഏതെങ്കിലും കമ്പനികൾക്ക് പരസ്യം ചെയ്യാനുണ്ടെങ്കിൽ ഗൈസ് ഇവരെ വിളിച്ചാൽ മതി. മാക്സിമം ആ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് ഇവർ ആ വണ്ടി നിങ്ങൾക്ക് തരുള്ളൂ ഗൈസ്. 2 പേരും കൂടെ താഴെ എന്തോ കാണിക്കുന്നുണ്ട്.
എനിക്ക് ഒന്ന് തള്ളി മേളിലോട്ട് കയറ്റാൻ നോക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ആ വണ്ടിയാണെങ്കിൽ ഫുള്ള് ലോവേഡായിട്ടാണ് കിടക്കുന്നത്. അത് തള്ളി മേളിൽ കയറ്റാൻ പറ്റുമോ ഗൈസ്? നമുക്ക് നോക്കാം ഗൈസ്, പറ്റുമോ ഇല്ലയോ അത്. അത് മറ്റേ മച്ചാനാണെങ്കിൽ ഗൈസ് റീസെറ്റ് അടിച്ച് മേളിലങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോളോ മെല്ലെ ഉരുട്ടി താഴോട്ട് കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. നല്ല ഡ്രൈവറാണെന്ന് തോന്നുന്നു. മെല്ലെ ഉരുട്ടിക്കൊണ്ടാണ് ഗൈസ് താഴോട്ട് പോകുന്നത്. ഗൈസ് ഇവന്മാർ കുറേ നേരമായിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുക ഗൈസ്. അതുകൊണ്ട് ഞാനൊന്നും നോക്കുന്നില്ല. ഇവിടെ കിടക്കുന്ന ഈ വണ്ടി എടുത്ത് നേരെ താഴോട്ടിടാം ഗൈസ്. ഒന്നും നോക്കത്തില്ല എടി. ഇതിൻ്റെ ഓണർ ആരാണെന്നും അറിയില്ല. എന്തായാലും ഗൈസ് ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലത്തോട്ട് നമുക്ക് എടുത്ത് ചാടിക്കാം. അവിടെ ആരോ നിൽക്കുന്നുണ്ട് ഗൈസ്, അതൊന്നും സീനില്ല. ആഹാ, എന്താ സമാധാനം ഗൈസ്. ഇങ്ങനെ നമ്മൾ ആ വണ്ടി അടിച്ച് പൊളിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഈ വണ്ടിക്ക് ഒരു കോപ്പും പറ്റൂല. അപ്പോൾ ഗൈസ് നമ്മുടെ ലൂഫി എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചാർജ് കുറവാണ്, അതുകൊണ്ട് പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാനൊന്നും നടക്കൂല. എന്തായാലും ഗൈസ് ഇന്നത്തെ ഡ്രൈവ് നൈസായിരുന്നു. ഈ പയ്യന്മാരെല്ലാം ഒരേ വൈവായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ വെറുതെ ഓരോന്നൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ ഡ്രോൺ എടുത്തിട്ട് അങ്ങോട്ടൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുക ഗൈസ്. എന്തായാലും ഈ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ കിഴപ്പ് കാണിക്കുന്ന ചങ്കുകളൊക്കെ കണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടുക. നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ ചാർജ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും ചാർജ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.